ഈശോയിൽ പ്രിയരെ, ഏവർക്കും സ്വാഗതം. ഇന്ന് പന്തക്കുസ്താ ദിനം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ തിരുസഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന പ്രക്രിയ നടന്ന ദിനം. എല്ലാവരും പന്തക്കുസ്ത എന്ന വാക്കുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദിവസം എന്ന് ആണ് അർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടല്ല ഈ ദിവസത്തിന് പന്തക്കുസ്താ ദിനം എന്ന പേര് ഉണ്ടായത്. ഇത് സീനായ് മലയിൽ പിതാവായ ദൈവവുമായി മോശയുടെ നേതൃത്വത്തിൽ നടന്ന ഉടമ്പടിയുടെ ഓർമ്മയുടെ ദിനമാണ്. അതായത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് സഞ്ചരിച്ച ജനം പെസഹ ആഘോഷത്തിൻ്റെ പരിസമാപ്തിയിൽ യാത്ര പുറപ്പെട്ട് 50 ദിനരാത്രങ്ങളുടെ സഞ്ചാരത്തിന് അല്ലെങ്കിൽ 7 ആഴ്ചകളുടെ ഉത്സവ ദിനത്തിൻ്റെ പരിസമാപ്തി. അതാണ് പന്തക്കുസ്താ ദിനം. ഈ ദിവസത്തിന് ചില പ്രത്യേകത ഉണ്ട്. ഇസ്രായേൽ ജനസമൂഹത്തിലെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ, വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പാർത്തവർ പോലും അവരുടെ ഏക ആരാധനാലയമായ ജെറുസലേം ദേവാലയത്തിൽ സമ്മേളിക്കുകയും അവിടെയുള്ള ബലിയർപ്പണ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യും. കാരണം പാപപരിഹാര ബലി സമർപ്പണം, നന്ദി പ്രകാശന ബലിയർപ്പണം, സ്തോത്ര ബലിയർപ്പണം തുടങ്ങി വിവിധ തരത്തിലുള്ള ബലിയർപ്പണങ്ങളെല്ലാം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നിടത്ത് അവർ സമ്മേളിക്കും. അതവരുടെ ഒരു വൈകാരിക വിഷയമാണ്. അത്തരത്തിലൊരു ദിവസത്തെയാണ് പിതാവായ ദൈവം തിരുസഭയുടെ ഉദ്ഘാടനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് പന്തക്കുസ്താ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ വിശ്വാസി പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന് ഏറ്റെടുത്ത് സ്വീകരിച്ച് അനുഭവിക്കാൻ കാരണമാകുന്നത്. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? നമുക്കറിയാമല്ലോ, ഈശോ തൻ്റെ സാർവലൗകിക രക്ഷാകര പ്രവർത്തനങ്ങളുടെ പൂർണ്ണത അനുഭവിക്കാൻ നമുക്ക് അരുളിയ ദിവസമാണ് ഈ കാത്തിരിപ്പിലൂടെ സംഭവിച്ചത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 47 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ തൻ്റെ പുനരുത്ഥാനത്തെ തുടർന്ന് അപ്പസ്തോലന്മാരോട് അരുളിയ അന്തിമ വചസ്സാണിത്. അനുതാപത്തിൻ്റെ സുവിശേഷം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പ്രഘോഷിക്കപ്പെടണം. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ടുപോകരുത്. ആ കൽപ്പനയനുസരിച്ച് അവർ കാത്തിരുന്നു. അവിടെയാണ് ഈ ഫലപൂർത്തി അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാമല്ലോ, സാർവലൗകിക രക്ഷാകര സംഭവങ്ങളുടെ സവിസ്തരമായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രഹസ്യമാണ് തിരുസഭയുടെ രഹസ്യം. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ മതത്തിൻ്റെ രഹസ്യം അതിശ്രേഷ്ഠമെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെടുന്നു, ദൈവദൂതന്മാർക്ക് പ്രത്യക്ഷനാവുന്നു, ജനപദങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. എന്താണത്? നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ ദൈവജനം സീനാറിലൊരു സമതല പ്രദേശത്ത് ഒരുമിച്ചുകൂടുകയും ഭൗതിക തലത്തിൽ അവർ വളർച്ച പ്രാപിച്ച് വിദ്യാനിപുണരൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു: ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നമുക്കുമൊന്ന് സൃഷ്ടിച്ചു കളയാം. അവർ ബാബേൽ ഗോപുര നിർമ്മാണത്തിന് വഴിയൊരുക്കി. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവസഹായമില്ലാതെ ഒരു വലിയ പട്ടണത്തെ പടുത്തുയർത്തുവാനും അതിൻ്റെ മധ്യത്തിൽ തങ്ങളുടെ ഔന്നത്യത്തെ നിലനിർത്താനുമായ ഒരു ഗോപുര നിർമ്മാണത്തിന് ഒരുങ്ങിയപ്പോൾ ഇവൻ്റെ അഹന്ത ഇവനെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ബോധ്യമുണ്ടായിരുന്ന സകല അറിവിൻ്റെയും നിദാനമായ അല്ലെങ്കിൽ സ്രോതസ്സായ ദൈവം തമ്പുരാൻ ഈ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരുക്കിയ ക്രമീകരണമാണ് ഭാഷകൾ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. ആശയവിനിമയ സംവിധാനം ആകെ തകർക്കപ്പെട്ടു. അവിടെ അന്ന് ഭിന്നിപ്പിക്കപ്പെട്ട ജനങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഒരുക്കിയ ബൃഹത് പദ്ധതിയായിരുന്നു സാർവലൗകിക രക്ഷാകര സംഭവം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനങ്ങളിൽ എബ്രഹാമിനെ വിളിച്ച് എബ്രാഹത്തിലൂടെ ഒരു ജനസമൂഹത്തെ തിരഞ്ഞെടുത്ത് 25 വർഷക്കാലത്തെ കാത്തിരിപ്പിൻ്റെ ശേഷം വാഗ്ദാനപുത്രൻ ഇസഹാക്കിനെ നൽകി. ആ ഇസഹാക്കിന് 2 മക്കൾ കൊടുത്ത്, യസാവ്, യാക്കോബ്. യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളിൽ നിന്ന് യൂദയ ഗോത്രത്തിൽ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നസ്രത്തിലെ ഒരു കൊച്ചു കുടുംബം. ആ കുടുംബത്തിലൂടെ പരിശുദ്ധ കന്യാസിമറിയത്തിന് ജന്മം കൊടുത്ത് ആ അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ
38 വരെയുള്ള തിരുവചനങ്ങളോട് നൽകിയ മംഗളവാർത്താ സന്ദേശത്തിലൂടെ യേശുവിന് ജന്മം നൽകുകയും ഈശോ മിശിഹ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഭൂമിയിൽ വന്ന് ജനിച്ച് 33 വർഷക്കാലം ഇവിടെ ജീവിച്ചു. അതിൽ അവസാന കാലം 3 വർഷക്കാലം രക്ഷയുടെ സന്ദേശങ്ങൾ ദൈവജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. താൻ വഴി പൂർത്തീകരിക്കപ്പെട്ട ആ രക്ഷാസംഭവങ്ങളാണ് തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും സംസ്കാരവും ഉദ്ധാനവും എല്ലാം തന്നെ. ഉദ്ധാനത്തെ തുടർന്ന് ഏതാണ്ട് 40 ദിനരാത്രങ്ങൾ ഈശോ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായും പ്രത്യക്ഷനാകാതെയും ഒക്കെ തന്നെ. അങ്ങനെ ഇരിക്കെ തൻ്റെ പിതൃസന്നിധിയിലേക്കുള്ള മടക്കയാത്രയുടെ സമയത്ത് അവിടുന്ന് അപ്പസ്തോലന്മാരെ വിളിച്ച് പഠിപ്പിച്ച കാര്യമാണ് ലൂക്ക 24:47 മുതൽ തിരുവചനങ്ങളിൽ നാം വായിച്ചു കേട്ടത്. ആ കൽപ്പനയനുസരിച്ചാണ് അപ്പസ്തോലന്മാർ കാത്തിരുന്നത് പരിശുദ്ധ കന്യാസിമറിയത്തോടൊപ്പം. നമുക്കൊരു കാര്യം അറിയാമല്ലോ, 13 എന്ന അക്കം പലർക്കും ഭയപ്പാടിൻ്റെ അക്കമാണ്. പക്ഷെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹത്തിൻ്റെ അക്കമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയും 12 അപ്പസ്തോലന്മാരും ചേർന്നാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലും 13 പേരുടെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. പ്രധാനമായി മറ്റ് പല ആളുകളും ഉണ്ടായിരുന്നു. ഒബ്സർവർ ഡെലിഗേറ്റ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുണ്ടായിരുന്നുവെങ്കിലും ഒബ്സർവേഷൻ ഡെലിഗേറ്റ്സ്, നിരീക്ഷകാംഗങ്ങൾ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 13 പേർ പരിശുദ്ധയമ്മയും അപ്പസ്തോലന്മാരും. അതിൽ ഒരാളുടെ കുറവ് നികത്താനാണ് ഒരു മത്യാസിനെ തിരഞ്ഞെടുത്തത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 12 പേർ ഒരുമിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു 10 നിരാത്രങ്ങൾ. അതിൻ്റെ പൂർണ്ണതയിലാണ് പെന്തക്കോസ്താ ദിനം. അപ്പസ്തോല പ്രവൃത്തിയിലെ 2-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുവചനങ്ങളിൽ ഈ സംഭവം സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മാത്രം നമ്മളിപ്പോൾ എടുക്കുകയാണ്. 4-ാമത്തെ തിരുവചനം. ആദ്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുക. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന പ്രദേശത്ത് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദമുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന ഭവനമാകെയും നിറഞ്ഞു. അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെ മേൽ വന്ന് നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷണ വരം ഉപയോഗിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്നാണ് രേഖപ്പെടുത്തുക. ഇതിൽ ആ 4-ാമത്തെ വചനം നമ്മൾ എടുക്കുന്നു. വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എന്താണിത്? അതിൻ്റെ അർത്ഥം ഈ അപ്പസ്തോലന്മാർ വിവിധങ്ങളായ ഭാഷകളിൽ സംസാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ അത്രയും വലിയ ഭാഷാ നൈപുണ്യമുള്ളവരൊന്നുമല്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് 15-ൽ പരം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 15 വ്യത്യസ്തമായ നാട്ടുഭാഷകൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഭക്തജനങ്ങൾ പെന്തക്കോസ്താ ദിനത്തിൽ, അതെ 7 ആഴ്ചകളുടെ ഉത്സവ ദിനമായ പെന്തക്കോസ്തയുടെ പരിസമാപ്തി ദിനത്തിൽ ജെറുസലേമിലെത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചിതറിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവരവിടെ സമ്മേളിച്ചിരിക്കുന്ന സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഏകീകൃതമായൊരു ഭാഷാ ശൈലി ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പസ്തോലന്മാർ തങ്ങൾക്കറിയാവുന്ന നാട്ടുഭാഷയിൽ ഗലീലിയക്കാർ സംസാരിച്ചിരുന്ന കേവലം അരമായ ഭാഷയിൽ പ്രസംഗിച്ചപ്പോൾ വന്നവർ താങ്കളുടെ നാട്ടുഭാഷയിൽ തന്നെ അത് ശ്രവിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുതിയ ആശയ വിനിമയ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഭിന്നതയിലായിരുന്ന ഭാഷയാൽ ഭിന്നിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഏകീകൃതമായ ഒരു ഐക്യ സ്വഭാവം ഇതാ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് തിരുസഭയിലൂടെ സംഭവിക്കേണ്ടത്. എന്നാൽ ഈ തിരുസഭയിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനും വഴിനടത്തലിനും കാത്തിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഏതോ ചില ആളുകളുടെ വികല വീക്ഷണങ്ങൾ പലപ്പോഴും സഭയിൽ അനേകം പിളർപ്പുകൾക്ക് കാരണമായി മാറി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പ്രമാണം. നമുക്കറിയാമല്ലോ, 4-ാം നൂറ്റാണ്ടിൽ നിക്കയ സൂനകദോസിൽ വെച്ച് വിശ്വാസ സമൂഹം അല്ലെങ്കിൽ സഭയുടെ അപ്പസ്തോലഗണം സൈഹിക പാരമ്പര്യമുള്ളവർ ഒരുമിച്ച് കൂടി തീരുമാനമെടുത്തൊരു വിശ്വാസ പ്രമാണം നമുക്കുണ്ട്. അത് ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പുത്രനോടൊപ്പം ആദരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് 11-ാം നൂറ്റാണ്ട് വരെ കൃത്യതയോടെ മുന്നോട്ട് പോയ അടിസ്ഥാനമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിലും ഈശോ നേരിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, പിതാവ് അയക്കുന്നത്, പിതാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവ്, അതാണ് വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 11-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതായ ഒരപകടം, ഒരബദ്ധം എങ്ങനെ കടന്നുകൂടി എന്ന് എനിക്കറിയില്ല. ഏതായാലും സഭയിലെ ആദ്യത്തെ പിളർപ്പിന് അത് വഴിയൊരുക്കി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ,
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിനിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ചില സാത്താന്യ ഉപകരണങ്ങൾ ഇത് പറയുമ്പോൾ അവരോട് ചോദിക്കേണ്ടി വരും, എങ്ങനെ എവിടെ നിന്ന് ഇത്തരം ഒരു ആശയം നിങ്ങളുടെ തലയിൽ കടന്നു വന്നു? ആരാണ് ഈ ആശയം കൊണ്ടുവന്നത്? ഉപജ്ഞാതാക്കളാര്? ദൈവവചനത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ആത്മീയ സൗധത്തിന്റെ അടിത്തറ ഇളക്കുവാൻ പാകത്തിന് വിവരം കെട്ട വികലമായ ഒരാശയം എവിടെ നിന്ന് കൊണ്ടിരുന്നു? ഏത് ബൈബിളിൽ, ഏത് വചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വെളിവാക്കാൻ ഇവർക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഐക്യത്തിൻ്റെ ആഗമനമാണ്. ഇത്തരം ചർച്ചകളെക്കുറിച്ച് നമുക്ക് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ തുടരാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നൊരു ഭാഷ്യമില്ല. അത് തെളിയിക്കാൻ കഴിയുന്നവർ തെളിയിക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്നേ ദിവസം ഈ പെന്തക്കോസ്ത് ദിനത്തിലെ ഒരു ഐക്യത്തിൻ്റെ മനോഭാവം ദൈവജനത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.